ഞാൻ പറയൂ ഒരു മാം. ഡൗട്ടും കൂടെ ചോദിച്ചോട്ടെ. എനിക്കിപ്പം ആദ്യമായിട്ട് വാട്സപ്പ് ബിസിനസ്സിൽ ഒരു ഇത് തുടങ്ങണമെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം? ഒന്നുമില്ല. ഏത് വാട്സപ്പ് ബിസിനസ് ആണോ? വാട്സപ്പ് ബിസിനസ് ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ഉപയോഗിക്കുന്നില്ലേ? അല്ല, വാട്സപ്പ് ബിസിനസ് തുടങ്ങുന്നുണ്ട്. അല്ല, ഐ മീൻ ഞാൻ ബിസിനസ്സിൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഇതായിരിക്കും ഞാൻ ചെയ്യുന്നത് നല്ലത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്? അല്ല, ഇപ്പോ വാട്സപ്പ് ബിസിനസ് എങ്ങനെയാണ് ഇപ്പോ ചെയ്യുന്നത്? വാട്സപ്പ് ബിസിനസ് ഉപയോഗിച്ചിട്ടാണോ അതോ അല്ല, ഞാൻ വാട്സപ്പിൽ ബിസിനസ് അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് വാട്സപ്പ് ബിസിനസ് ഉണ്ട്. ഞാൻ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന വാട്സപ്പ് അതല്ല, ഞാൻ ബിസിനസ്സിന് ആവശ്യമായിട്ട് നമ്മൾ ആ എന്താണ് ഇനി അതിൽ ചെയ്യേണ്ടതെന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി അതില് ബേസിക് ആയിട്ട് ചെയ്യുന്നത് വെച്ചാൽ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുക, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. അതിലൂടെ ഇപ്പോ നമ്മൾ വരുന്ന ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, അപ്പോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാല് ഈ വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെ ഈ അതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കുകൾ കൊടുക്കുക. എന്ന് വെച്ചാൽ കുറെ ആളുകൾ അതിൽ ജോയിൻ ചെയ്യും. ഇപ്പൊ നമുക്ക് ഇപ്പോ ഇവിടെ ഇപ്പോ ഒരാൾ ഉം, വീഡിയോ കണ്ടു, ആ ഒരു വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് നെക്സ്റ്റ് അവരുമായിട്ടുള്ള ടച്ച് പോയിന്റ് അപ്ഡേറ്റ് കാര്യങ്ങൾ വരുന്ന നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ ഇതായിരിക്കും. അപ്പൊ വീണ്ടും അവർക്ക് ട്രസ്റ്റ് കൂടുകയാണ്. കാരണം അത്രയും ആളുകൾ അവിടെ ഉണ്ടല്ലോ ഉം, ആ ഒരു രൂപത്തിൽ. ഉം, അപ്പോ അവിടെ എന്താണ് വീണ്ടും അതിനൊരു നമുക്കൊരു പ്ലസ് പോയിന്റ് കിട്ടുകയാണ്. പിന്നെന്താ വെച്ചാല് നമുക്ക് അതിലൂടെ അപ്ഡേറ്റ് കൊടുക്കുന്ന കാരണം വീണ്ടും അതിലൂടെ തന്നെ ഇപ്പോ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇപ്പൊ ഒരു ഗ്രൂപ്പിൽ 1000 ആളുണ്ടെങ്കിൽ ആ ഒരു സംഗതി പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ, വീണ്ടും നമുക്ക് അതിലൂടെ സെയിൽ കിട്ടാം എന്നുള്ളതാണ്. ഒന്ന് മെയിൻ ട്രസ്റ്റ് ഉണ്ടാക്കുക, ഒരു വിശ്വാസം ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയതാണ് കമ്മ്യൂണിറ്റി എന്നുള്ളത്. അതിന് നമുക്ക് പല ഉം, രൂപത്തില് വെറും നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാത്രം ഇട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അതിലൂടെ ഇപ്പോ മുമ്പ് ചെയ്തവരെ ഉം, റിവ്യൂ അങ്ങനത്തെ എന്തെങ്കിലും ഇടാൻ പറ്റുന്നില്ല, അത് ഇടാം. അല്ലാണ്ട് ഇപ്പോ സപ്പോസ് നിങ്ങളിപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ സ്റ്റിച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും നോളജ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ഉം, ഉം. കാര്യങ്ങൾ. ഇപ്പോ എനിക്കതിൽ കൂടുതൽ പറയാന് കിട്ടുന്നില്ല. ജസ്റ്റ് ഒരു ഇപ്പോ എന്താ പറയാ, ആ ഒരു ഫീൽഡിലുള്ള ആളാണെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ടാവും. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും മനസ്സിലായി, അത്. മനസ്സിലായി. ഉം. എന്തൊക്കെ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് സാധാരണ ഇപ്പൊ എന്തൊക്കെയാണ് അവര് ചോദിക്കാൻ സാധ്യത ഉള്ളത് എന്നുള്ള അപ്പൊ ഇതായിട്ടില്ലേ? അതായത് ലേഡീസിന് വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ ലേഡീസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് അവർക്ക് കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അവർക്ക് ഷെയർ ചെയ്യണം അല്ലേ? അതെ 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 അതെ. ഓക്കെ, അപ്പോ ആ ഒരു ഓക്കെ, സംഗതി താങ്ക് യു. ഇനീഷ്യലി ആ വാട്സപ്പിൽ ചെയ്യേണ്ടത് ഇപ്പോ ആ ഒരു സംഗതികൾ ചെയ്യാം. പിന്നെ ഉം, അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾ ഇപ്പോ അതിപ്പോ ഫേസ്ബുക്ക് മെറ്റയുമായി റിലേറ്റഡ് ആണ്. അത് ചെയ്യുകയാണെങ്കിൽ ഉം, ഈ ഒരു വാട്സപ്പിലേക്കുള്ള കോൾ ടു ആക്ഷൻ എന്നുള്ള രൂപത്തിൽ ചെയ്തു കഴിഞ്ഞാൽ ഉം, കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ ഇപ്പൊ അവിടെ ഉം, കുറെ ആളുകൾ വരാം എന്നുള്ളതാണ്. അപ്പൊ അവിടെ നമ്മൾ മാനുവലായിട്ട് അവിടെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞത് എത്രത്തോളം ആദ്യം എത്ര വരുന്നുണ്ടെന്ന് നോക്കണം. എന്നിട്ട് പിന്നെ ബാക്കി ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളുള്ളൂ. പക്ഷേ ഉം, ഉം, അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ പോലെയൊക്കെ ചെയ്തിട്ട് ചെയ്യാതിരിക്കുന്നു നല്ലത് എന്നാണ്. ഉം, ഉം, അപ്പോ ഉം. ഏഹ്, ഇതിങ്ങനെ കസ്റ്റമൈസ്ഡ് ഒക്കെ ആയിട്ടാണോ അതോ എല്ലാം ഒറ്റ അല്ല, കസ്റ്റമൈസേഷൻ അല്ല. നമ്മള് ഇപ്പൊ ഓൺലൈനിൽ പ്രൊഡക്റ്റ് ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഓർഡർ വരുന്ന. ഇപ്പൊ ചില ആ ആ ആൾക്കാർ പ്രൈസ് ചോദിക്കും, എന്നിട്ടൊക്കെ പോവും. ചിലവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും, ചിലപ്പോൾ നമ്മുടെ ഐറ്റം തീർന്നു പോയിട്ടുണ്ടാവും. അങ്ങനെ ഉം, ഉം, ചിലവർക്ക് വേറെ ഷെയ്ഡ് വേണമായിരിക്കും. അപ്പൊ നമ്മളുടെ ഒരു ഷെയ്ഡ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കാണിക്കും, അല്ലെങ്കിൽ അത് വേണ്ടാന്ന് വെക്കും. അങ്ങനെയൊക്കെ ഉം, 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 ഉം. ഡ്രസ്സാണല്ലോ. അപ്പം അതെ അതെ അതെ. ഉം. ഇതിനെങ്ങനെ റിട്ടേൺ ഒക്കെ വരാറുണ്ടോ? എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, ദൈവം അനുഗ്രഹിച്ച്. ഉം, ഉം, ഉം. അത് അത് നമ്മൾ ക്വാളിറ്റി ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. കാരണം അതുണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അതെ നമ്മൾ അതെ ഒരു അതെ. ദിവസത്തേക്ക് ബിസിനസ് ചെയ്യാനല്ലല്ലോ. നന്നായി ചെയ്താലും ചോദിക്കും ഇത് എവിടെന്ന്, എന്താ മോശമായി ചെയ്താലും ചോദിക്കും. അപ്പൊ ഇല്ല, നമ്മൾ കാശ് മുടക്കി നമ്മുടെ പേര് ചീത്താക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ അതെ അതെ. അപ്പൊ ക്വാളിറ്റി നന്നായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഓ ഓ ഓ. എവിടെയാണ് ലൊക്കേഷൻ? എവിടെയാണ്? ആക്ച്വലി ഡ്രസ്സിന്റെ ഇപ്പൊ ഞാനത് ഓൺലൈനാ ചെയ്യുന്നത്. ആ നമ്മൾ ആ ഷോപ്പ് ഇട്ടത് അങ്കമാലി ആയിരുന്നു ഇട്ടത്. ആ. ഓക്കെ ഓക്കെ ഓക്കെ. ശരി, അപ്പോ താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓക്കെ, താങ്ക് യു. ഓക്കെ ഓക്കെ.